നിങ്ങളുടെ കുടുംബത്തിനകത്തൊരു വിടുതൽ നടന്ന ദിവസമെന്ന് ഈ ദിവസം അറിയപ്പെടും. ഈ ദിവസം അറിയപ്പെടും. ഒരനുഗ്രഹവും ലഭിക്കാത്ത സ്ഥലമായിരുന്നെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരുമായിരുന്നോ? ദൈവാനുഗ്രഹമുണ്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ ദൈവം തോന്നിപ്പിച്ച ഉത്തരമാണ് നിങ്ങൾ ഇവിടെ ഇരിക്കാൻ കാരണം. ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മമാരും പിതാക്കന്മാരും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ, അത് നിങ്ങനെ വളർത്തുമ്പോൾ അവർ നിങ്ങൾക്കൊരനുഗ്രഹമായി മാറാൻ തുടങ്ങും. ഇന്നത്തെ പ്രാർത്ഥന നാളത്തെ സമ്പത്താണ്. ഇതൊരിക്കലും ഒരു നഷ്ടമല്ല. ഇതൊരിക്കലും നിങ്ങൾ നഷ്ടമാകത്തില്ല. വെറുതെ ഒരു ചടങ്ങായിരിക്കുന്ന പോലെയാണെങ്കിൽ ചിലപ്പോൾ നഷ്ടമായിരിക്കാം. സത്യസന്ധമായി പ്രാർത്ഥിക്കുന്ന നിലയിലാണ് ഇത് സ്വീകരിക്കുന്നതെങ്കിൽ ഇതൊരിക്കലും നിങ്ങൾക്ക് നഷ്ടമാകത്തില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും നമ്മുടെ കണ്ണുകളെ നമുക്കൊന്നടച്ച് കുറച്ച് മണിക്കൂറുകളായി നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുമായിരുന്നു. ചിലരെങ്കിലും പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: ദൈവം എന്നെ ഉപേക്ഷിച്ചു എന്ന് തോന്നുന്നു. ദൈവം നിന്നെ ഉപേക്ഷിച്ചായിരുന്നെങ്കിൽ ഈ ശബ്ദം നീ കേൾക്കത്തില്ലായിരുന്നു. ഈ പ്രാർത്ഥനയിൽ നീ പങ്കെടുക്കുകയില്ലായിരുന്നു. ഈ ആരാധനയിൽ നീ ചേർന്ന് നിൽക്കുകയില്ലായിരുന്നു. കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് താഴെയും മുകളിലും ഈ ഹാളിലും ചാപ്പലിലും സൈഡ് വരാന്തകളിലും കൗൺസിലിങ്ങിനുമൊക്കെ ആയിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആരുടെയൊക്കെ ആഗ്രഹങ്ങളാണോ കണ്ണുനീരോടെ ഈ ആലയവുമായി ബന്ധപ്പെട്ടുള്ളത്, അവർക്കെല്ലാം വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ പ്രാർത്ഥിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ യുവതി യുവാക്കളെയും എല്ലാ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതു സാഹചര്യത്തിലാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ 3 അത്ഭുതങ്ങൾ നടക്കുവാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ 3 വലിയ ദൈവപ്രവൃത്തികൾ നടക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 3 അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിച്ചേ. ഞാൻ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവാനുഗ്രഹമുള്ള ഒരു അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഈ 3 അത്ഭുതങ്ങൾ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അനുഗ്രഹം കിട്ടിയ ദിവസമെന്ന് ഈ ദിവസം അറിയപ്പെടാൻ തുടങ്ങും. എനിക്ക് സൗഖ്യം കിട്ടിയ ദിവസമെന്ന്, എനിക്ക് വിടുതൽ കിട്ടിയ ദിവസമെന്ന് ഈ ദിവസം അറിയപ്പെടും. നിന്നെ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ ദൈവം കൈ നീട്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ കരം നിന്റെ നേർക്ക് നീട്ടിയിരിക്കുന്നു. എന്നെ ദൈവം വിടുവിച്ച് എന്നെ ആശ്വസിപ്പിച്ച ദിവസമെന്ന് ഈ ദിവസം അറിയപ്പെടും. സ്വർഗീയ ശില്പിയെ നേരിൽ കാണുന്ന ദിവസമാണ്. എല്ലാ കണ്ണുകളും അടച്ച്, ശില്പി എന്നാൽ ചില പാത്രങ്ങളെ മനോഹരമായി നിർമ്മിക്കുന്ന ആളുടെ പേരാണ് ശില്പി. എൻ്റെ ജീവിതത്തെ നിർമ്മിക്കുന്ന ശില്പിയാണ് എൻ്റെ ദൈവം. സ്വർഗീയ ശില്പിയെ നേരിൽ കാണുന്ന ദിവസമായത് മാറട്ടെ. ദൈവ സാന്നിധ്യം അടുത്തു നിൽക്കുന്ന സമയം എല്ലാ കണ്ണുകളെയും ഒന്നടച്ച് ഈ പാട്ടിൻ്റെ വരികൾ ശ്രദ്ധയോടെ കേട്ട്, സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ, സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിൽ ഞാൻ
വിൺമയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. തോമാസ് ശ്ലീഹായും ശിഷ്യരും ഒരുമിച്ച് നിൽക്കുമ്പോൾ യേശു പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾക്ക് സമാധാനം. ഇന്ന് ഏറ്റവും കുറവുള്ളത് സമാധാനമായിരിക്കും. ദൈവമേ, ഒരു സമാധാനമില്ലല്ലോ, എൻ്റെ കുടുംബത്തിനകത്തൊരു സമാധാനമില്ലല്ലോ, എൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഒരു സമാധാനമില്ലല്ലോ, എൻ്റെ സാമ്പത്തികത്തിനകത്തൊരു സമാധാനമില്ലല്ലോ. യേശു നിനക്ക് തരുന്നത് സമാധാനമാണ്. സമാധാനം, സമാധാനം, ദൈവം നൽകുന്ന സമാധാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ദൈവം നൽകുന്ന സമാധാനം എൻ്റെ വീട്ടിലുണ്ടാകട്ടെ, സംഭവിക്കട്ടെ. ദൈവം നൽകുന്ന സമാധാനം എൻ്റെ സാമ്പത്തികത്തിൽ, ദൈവം നൽകുന്ന സമാധാനം എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെല്ലാം ഉണ്ടാകും. ഈ നിമിഷം പ്രാർത്ഥിക്കുന്നത് കർത്താവേ, ഈ ആലയത്തിൽ പ്രാർത്ഥിക്കുന്നവർ, ഈ ശബ്ദം കേൾക്കുന്നവർ, നിങ്ങളേത് സഭയിൽപ്പെട്ട ഒരാളായാലും, നിങ്ങളൊരു ആർസിക്കാരനായിരിക്കാം, ലാറ്റിൻകാരനായിരിക്കാം, മലങ്കര പള്ളിയിൽ പോകുന്ന ആളായിരിക്കാം, ഓർത്തഡോക്സ് പള്ളിയിൽ പോകുന്ന ആളായിരിക്കാം, യാക്കോബായ പള്ളിയിൽ പോകുന്ന ആളായിരിക്കാം, മാർത്തോമ പള്ളിയിൽ പോകുന്ന, CSI പള്ളിയിൽ പോകുന്ന, മറ്റ് സഭാവിദ്യ എവിടെയൊക്കെ പള്ളിയിൽ പോകുന്ന ആളാകട്ടെ, നമ്മളിപ്പോൾ ഏത് പള്ളിയിൽ പോകുന്ന ആളെ നോക്കി പ്രാർത്ഥിക്കുന്ന ഒരാളല്ല, സമയമല്ല. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ ഒന്നായി നിൽക്കുന്ന സമയമാണ്. ദൈവവചനത്തിന് മുമ്പിൽ ഒരു മനസ്സോടെ നിൽക്കുന്ന സമയമാണ്. നിങ്ങൾ മറ്റു മതത്തിൽപ്പെട്ട ഒരാളാകാം, ആരുമാകട്ടെ, ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളെ വലയം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടിയ ദിവസമെന്ന് ഈ ദിവസം അറിയപ്പെടും. നിങ്ങളെ ദൈവം അനുഗ്രഹിച്ച ദിവസമെന്ന് ഈ ദിവസം അറിയപ്പെടും. നിങ്ങളുടെ കുടുംബത്തിനകത്തൊരു വിടുതൽ നടന്ന ദിവസമെന്ന് ഈ ദിവസം അറിയപ്പെടും. ഈ ദിവസം അറിയപ്പെടും. ഇരിക്കാമോ? ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ ദിവസത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ച ദിവസം വളരെ സന്തോഷത്തോടും പ്രതീക്ഷയോടും ബഹുമാനത്തോടും കൂടെ സഭാവ്യത്യാസമില്ലാതെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളൊത്തിരി പ്രതീക്ഷയോടെ ആഗ്രഹത്തോടെ ഇതിനകത്തിരിക്കുന്നത്, പുറത്തു നിൽക്കുന്നത്, സൈഡിൽ നിൽക്കുന്നത്, താഴെ ചാപ്പലിൽ നിൽക്കുന്നത്, എല്ലായിടത്തും പോയ ശുശ്രൂഷകർ പറഞ്ഞു, ഒരു ദാഹമുള്ള മനസ്സോടും ഹൃദയത്തോടും കൂടെയാണ് ഇവിടെ നിങ്ങളിരിക്കുന്നത്. ഇന്നലെയും ആളുകൾ ധാരാളം ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചിരുന്നു. ഇന്നലെ രാത്രിയിൽ ആളുകളെയൊക്കെ കുറച്ചു പേരെയൊക്കെ കണ്ട് പ്രാർത്ഥിച്ചപ്പം ഞാൻ ഒരു കാര്യം ആ സമയത്ത് അവരോട് പറഞ്ഞിരുന്നു, പ്രസംഗത്തിൻ്റെ സമയത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, അത് ഞങ്ങൾക്ക് ഭയങ്കര പ്രചോദനമായി, ഞങ്ങൾക്കത് വലിയ അനുഗ്രഹമായി. എന്നതാ ഞാൻ പറഞ്ഞതെന്ന് ഇവിടെ ഇരിക്കുന്ന ആളുകളോട് പറയാം. ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള ഒരാളെ 3 കാര്യങ്ങൾ അയാളെ തേടി വരും. ഒരു ദൈവാനുഗ്രഹമുള്ള ഒരാളെ 3 കാര്യങ്ങൾ. നല്ല ബന്ധങ്ങൾ അയാളെ തേടി വരും. നല്ല സമയങ്ങൾ അയാൾക്കുണ്ടാവും. നല്ല ജീവിതം അയാൾക്കുണ്ടാവും. ഈ 3 കാര്യങ്ങൾ ദൈവാനുഗ്രഹമുള്ള ഒരു മനുഷ്യനെ അന്വേഷിച്ച് വരും, തേടി വരും. ചിലർക്കെങ്കിലും അത് അനുഭവമുണ്ട്. ദൈവാനുഗ്രഹമുള്ളവരെ പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള നന്മകൾ അയാളെ തേടി വരും. 2 കാര്യങ്ങൾ ഇത് തെളിയിക്കാൻ ബൈബിളിലുണ്ട്. ഒന്ന്, പഴയ നിയമത്തിലെ ജോസഫാണ്. പൊട്ടക്കിണറ്റിൽ കിടന്ന ആളെ തേടി വന്നത് രാജയോഗമാണ്, ഒരു രാജാവാകാനുള്ള യോഗമാണ് ആ മനുഷ്യനെ അന്വേഷിച്ചു വന്നത്. പഴയ നിയമത്തിൽ ദാവീദ് ആട്ടിടയനായിരുന്നു, ആടുകളെ പറമ്പിക്കൂടെ മേയിച്ച് നടന്ന ആളാണ്. അദ്ദേഹത്തെ തേടി വന്നത്, അദ്ദേഹത്തെ അന്വേഷിച്ച് വന്നതാ. അദ്ദേഹത്തിൻ്റെ ശിരസിൽ തൈലമൊഴിച്ച്
രാജാവായി പ്രവാചകനായി അഭിഷേകം ചെയ്തത് ഒന്നുമില്ലാതിരുന്നൊരു സമയത്ത് നിന്ന ചില നന്മകൾ ആ മനുഷ്യരെ തേടി വന്നത്. ആമേൻ. നിങ്ങളും ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇന്നലെ കേട്ട കാര്യമാണല്ലോ, ഇത് വീണ്ടും എന്തിനാ ആവർത്തിക്കുന്നതെന്ന് തോന്നും. പക്ഷെ ദൈവാനുഗ്രഹമുള്ളവരെ ഏതൊക്കെ കാര്യങ്ങൾ തേടി വരും? നല്ല മനുഷ്യരോടുള്ള ബന്ധം ഉണ്ടാവും അയാൾക്ക്. ആമേൻ. ചില ബന്ധങ്ങൾ നമുക്ക് ദോഷമാണ്, ചില ബന്ധങ്ങൾ നമ്മുടെ അനുഗ്രഹമാണ്. ആമേൻ. ചില ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തെ വല്ലാതെ മാറ്റിമറിക്കും. അത് നല്ല ബന്ധങ്ങളാണ്. നിങ്ങളുടെ കുടുംബത്തിന് നല്ല ബന്ധങ്ങൾ വേണം. നിങ്ങളുടെ മക്കൾക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാകണം. ചില ബന്ധങ്ങളാണ് അവരെ നശിപ്പിച്ചത്, അവരുടെ ഭാവിയും ഭാഗ്യവും തട്ടിത്തെറിപ്പിച്ചത്. ചില പൊട്ട ബന്ധങ്ങളാണ്. ദൈവാനുഗ്രഹമുള്ളവരെ 3 കാര്യങ്ങൾ അയാളെ തേടി വരും. ഒരു കടങ്കഥ പോലെയുണ്ട്. തേടിയ വള്ളി കാലിൽ തേടി നടന്നത് ഇപ്പോൾ കാലെ ചുറ്റിയിരിക്കുക. തേടി നടന്നത് നമ്മുടെ കയ്യിൽ വരും. 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? നല്ല മനുഷ്യരോടുള്ള നല്ല ബന്ധങ്ങൾ. അത് അന്വേഷിച്ച് പോകണ്ട, അത് നമ്മളെ തേടി വരും. 2, നല്ല സമയങ്ങൾ. ചിലർ പറയും എൻ്റെ ഏറ്റവും മോശ സമയമാണിന്ന്, ഞാൻ തകർന്നു നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു സമയം കൂടിയാണെങ്കിൽ ആ സമയം ചെന്ന് നിൽക്കുന്നത് നല്ല ഒരു സമയത്തായിരിക്കും. ആമേൻ. മോശ സമയങ്ങൾ മാറും, നല്ല സമയങ്ങൾ വരും. 3, നല്ലൊരു ജീവിതം അയാളെ തേടി വരും. ഹല്ലേലൂയ. എല്ലാവരും ആ 3 കാര്യങ്ങൾ പറഞ്ഞേ. നല്ല ബന്ധങ്ങൾ, നല്ല ബന്ധങ്ങൾ, നല്ല സമയം, നല്ല സമയം, നല്ല ജീവിതം. നല്ല ജീവിതം. ഇത് ദൈവാനുഗ്രഹമുള്ള ഒരു പൈതലിനെ അയാളുടെ ജീവിതത്തിൽ അത് വരും. ഇന്ന് അത്ര നല്ല സൗഭാഗ്യമോ സന്തോഷമോ ഒന്നും ആയിരിക്കത്തില്ല. ദാരിദ്ര്യമായിരിക്കും, കഷ്ടപ്പാടായിരിക്കും. പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങളെ തേടി വരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച ദിവസമെന്നറിയപ്പെടും. ഇന്ന് ദൈവം നിങ്ങളെ സ്നേഹിച്ച ദിവസമെന്നറിയപ്പെടും. ദൈവം നിങ്ങളെ സഹായിച്ചു എന്ന് നിങ്ങൾക്ക് അനുഭവിക്കുന്ന ദിവസം, ആ ദിവസം ഇന്നായിരുന്നുവെന്ന് ഈ ദിവസം അറിയപ്പെടാൻ ഇടവരട്ടെ. ഇവിടെ 2 നിയോഗ പ്രാർത്ഥനയുടെ പെട്ടികൾ വച്ചിട്ടുണ്ട്. അത് ഈ അൾത്താരയിൽ തന്നെ ഈ ദൈവവചനം പറയുന്ന ഈ സ്ഥലത്ത് വയ്ക്കാൻ കാരണം, താഴെ ഒരു നിയോഗ പ്രാർത്ഥനയുടെ പെട്ടിയുണ്ട്, ഇവിടെ ഒരു നിയോഗ പാത്രമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്. ഈ 2 ഒരു സ്പെഷ്യൽ ഇൻറ്റൻഷനോടെ വച്ചതാണ്, ഒരു പ്രത്യേക കാര്യത്തോടെ വച്ചതാണ്. എന്തിനെന്നറിയാവോ? എൻ്റെ മനസ്സിൽ ദൈവം തോന്നിപ്പിച്ച ചില കാര്യങ്ങളാണ്. അതിങ്ങനെയാണ്, നമ്മൾ എന്തിനു വേണ്ടി തുടർന്നും വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നോ അതിന്മേൽ ആ അനുഗ്രഹം പതുക്കെ പതുക്കെ അരിച്ചരിച്ചിറങ്ങാൻ തുടങ്ങും. ഹല്ലേലൂയ. അത് പതുക്കെ അവിടെ വന്ന് പറ്റിപ്പിടിക്കാൻ തുടങ്ങും. കുർബാനയ്ക്ക് മുമ്പ് പറഞ്ഞതുപോലെ ഒരു ഗ്ലാസ് പച്ചവെള്ളത്തിൽ ഒരു നാരങ്ങയാണ് പിഴിഞ്ഞൊഴിക്കുന്നെങ്കിലോ ആ വെള്ളത്തിന് പുളിവെള്ളം പോലെ ഇരിക്കും. കുറച്ചൊരു ടീസ്പൂൺ ഉപ്പാണ് ഇടുന്നതെങ്കിലോ അതിന് ഉപ്പിൻ്റെ ഗുണം കിട്ടും. ഇനി വേണ്ട, അതിന് പകരം കുറച്ച് പഞ്ചസാര ഇട്ടാണ് ഡൈല്യൂട്ട് ചെയ്യുന്നതെങ്കിലോ അത് മധുരിക്കാൻ തുടങ്ങും. എന്താണോ അതിൽ വീണത് അതനുസരിച്ച് അതിൻ്റെ സ്വഭാവം മാറി, അതിൻ്റെ രുചി മാറി. ഇതുപോലെ നിങ്ങൾ ഇന്ന് പോകുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള പ്രാർത്ഥനകൾ, 10ാം ക്ലാസ്സിൽ വലിയ പരീക്ഷയാകുമ്പോൾ മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രമുള്ളൊരു പാത്രമല്ല ഇത്, ഒരു പെട്ടിയല്ല ഇത്. അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി വരാൻ 365 ദിവസവും വചനം പറയുന്ന ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ 1 മിനിറ്റ് എല്ലാ ദിവസവും ഒരനുഗ്രഹം. ആ കുഞ്ഞുങ്ങൾ ഇവിടെ ഇല്ലെങ്കിലും അവരുടെ പേരുകൾ ഇവിടെ ഉണ്ട്. അവർ ചിലപ്പോൾ അങ്ങ് കൽക്കട്ടയിലായിരിക്കും, ഡൽഹിയിലായിരിക്കും, മഹാരാഷ്ട്രയായിരിക്കും, കാനഡയായിരിക്കും, എറണാകുളമായിരിക്കും, തൃശ്ശൂരായിരിക്കും, വയനാടായിരിക്കും, കണ്ണൂരായിരിക്കും, കാസർഗോഡായിരിക്കും, കോഴിക്കോടായിരിക്കും, എവിടെയാകട്ടെ അവരുടെ പേരുകൾ ഈ ദൈവ സാന്നിധ്യത്തിൻ്റെ തണലിലിരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുകയാണ്, ഇവിടെ നിന്ന് പറയുന്ന ഓരോ വചനങ്ങളുടെയും അനുഗ്രഹം ഹല്ലേലൂയ ഒരു തരിയോളമെങ്കിലും 10 ദിവസം കൂടുമ്പം ഒരു കടുകോളമെങ്കിലും അതിൽ പറ്റി
പറ്റിപ്പിടിക്കാതിരിക്കത്തില്ല. ആമേൻ. അതിന്മേൽ ഒരു അനുഗ്രഹം ഉണ്ടായി വരാതിരിക്കുകയില്ല. ഹല്ലേലൂയ. അതെൻ്റെ ഒരു വിശ്വാസം. അപ്പം നിങ്ങളിവിടെ എല്ലാ വെള്ളിയാഴ്ചയും വരുമ്പോഴും ആരാധനയുടെ സമയത്ത് ഈ നിയോഗത്തിന് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം. ഇതിനകത്ത് എഴുതിയിടുന്ന പ്രാർത്ഥനകളുടെ മേൽ 365 ദിവസവും പ്രാർത്ഥനകൾ നടന്നുകൊണ്ടേയിരിക്കും. ആണ്ടിലൊരിക്കൽ നമുക്ക് 50-ൻ്റെയും 100-ൻ്റെയും 150-ൻ്റെയും കണക്കൊക്കെ നമ്മുടെ ബുദ്ധിയിൽ പിടികിട്ടത്തുള്ളൂ. 50, 100, 150, 200, 1500 ഒക്കെ പിടികിട്ടും. ഈ കണക്ക് പിടികിട്ടുമോ നോക്ക്. യേശു 5 അപ്പത്തെ എടുത്ത് 5000 പുരുഷന്മാർക്ക് കൊടുത്തു. മിച്ചം 12 കൊട്ട നിറയെ ശേഖരിച്ചു. അതെനിക്ക് ആ കണക്ക് ഈ തലയിൽ പിടികിട്ടുന്നില്ല. അതെന്ത് കണക്കാണെന്ന്. ആ പിടികിട്ടാത്ത കണക്കാണ് ദൈവത്തിൻ്റെ കണക്ക്. ആമേൻ. 5 അപ്പം എങ്ങനെയാ 5000 പേർക്ക് കൊടുക്കുന്നത്? 5000 പേർക്ക് കൊടുത്തേച്ചും ആളുകൾ വയറ് നിറച്ച് ഫുഡ് കഴിച്ച് തൃപ്തരായി മിച്ചം 12 കൊട്ടയിലിരിക്കുവാണ്. 12 കൊട്ട നിറച്ച്. ഈ കണക്ക് ഏത് കോളേജിൽ, ഏത് സ്കൂളിൽ ഇങ്ങനത്തെ കണക്ക് പഠിപ്പിക്കും? ഇത് ബൈബിളിൻ്റെ കണക്കാണ്. നമ്മുടെ ഈ കുഞ്ഞ ബുദ്ധിയിൽ ഈ കണക്ക് മാത്രം പിടികിട്ടത്തില്ല. 50, 100, 200, 1,00,000-ൻ്റെ കണക്കൊക്കെ ഗുണിച്ച് ഹരിച്ച് കൂട്ടി കുറച്ചെല്ലാം നമുക്ക് പിടികിട്ടും, പഠിക്കാൻ പറ്റും. പക്ഷെ ഈ കണക്ക് പിടികിട്ടുന്നില്ല. അത് ദൈവത്തിൻ്റെ കണക്കാണ്. ആ പിടികിട്ടാത്ത കണക്ക് ദൈവത്തിൻ്റെ കണക്കാണ്. അത് നമ്മുടെ ഈ കുഞ്ഞ് തലയ്ക്കകത്തുള്ള ബുദ്ധിക്കകത്തത് മനസ്സിലാകത്തില്ല. നിങ്ങളുടെ ഓരോ പ്രാർത്ഥന, ബൈബിളിലൊരു വാക്യമുണ്ട്, അതൊന്ന് വായിക്കുവാണ്. ജോബിൻ്റെ പുസ്തകം 22:28. ജോബിൻ്റെ പുസ്തകം 22:28 ഒന്ന് വായിച്ചേ. ജോബിൻ്റെ പുസ്തകം 22:28. നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. ഒന്നും കൂടെ വായിച്ചേ. ഇത് മനസ്സിലായി, എല്ലാവർക്കും പിടികിട്ടിയില്ലെന്ന് തോന്നുന്നു. നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. ആമേൻ. ബൈബിളിൽ എഴുതിയിരിക്കുന്ന വാക്കാ. ജോബിന്റെ പുസ്തകം 22:28 22:28. നീ തീരുമാനിക്കുന്ന കാര്യം. എന്താ തീരുമാനിച്ചത്? ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടണം, എൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറണം, എനിക്കൊരു നല്ല ജീവിതം ഉണ്ടാകണം, എൻ്റെ കുടുംബ ബന്ധങ്ങൾ അനുഗ്രഹമാകണം, എൻ്റെ രോഗം സൗഖ്യമാകണം, എനിക്ക് ആ കിട്ടാനുള്ള പണം അതൊന്ന് റെഡിയായില്ലെങ്കിൽ എൻ്റെ മുന്നോട്ടുള്ള ജീവിതം അവതാളത്തിലാണ്. ഞാനിപ്പോൾ കിടക്കുന്ന ഒരു കേസിടപാടുമായി ബന്ധപ്പെട്ട് കുടുങ്ങിക്കിടക്കുവാണ്. എനിക്ക് അതിൽ നിന്ന് പുറത്ത് കിടക്കാതൊരു ജീവിതമില്ല. നീ തീരുമാനിക്കുന്ന കാര്യം ദൈവം നിനക്ക് സാധിച്ചു തരും. ആമേൻ. ആ വാക്യം എല്ലാവരും ഉറക്കെയൊന്ന് വായിച്ച്. നീ തീരുമാനിക്കുന്ന കാര്യം, ഞാൻ തീരുമാനിക്കുന്ന കാര്യം ദൈവം എനിക്ക് സാധിച്ചു തരും. ഞാൻ തീരുമാനിക്കുന്ന കാര്യം ദൈവം എനിക്ക് സാധിച്ചു തരും. എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് നാളെ എന്നല്ല, വരും നാളുകളിൽ അത് അനുഗ്രഹമായി തന്നെ മാറും. ഇന്നെന്നെ കാണാൻ വന്ന ഒരാള്, നിർബന്ധം പിടിച്ചൊരാള്, ഈ സമയമില്ലാ സമയത്തൊരാൾ വന്ന് ഇവിടെ ഇരിപ്പുണ്ടാവും, എന്നെ കേൾക്കുന്നുണ്ടാവും. പേര് എനിക്കറിയത്തില്ല, പേര് പറഞ്ഞു, ഞാൻ മറന്നുപോയി. ഭാര്യയും ഭർത്താവുമാണ് വന്നത്. അവർ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരു സ്കൂട്ടി ഓടിച്ചാണ് വന്നത്. ഞാൻ ആ സ്കൂട്ടി ആ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ ഞാൻ ആ സൈഡിൽ ഒതുക്കിയിട്ടു. എന്നിട്ട് ഞാൻ ഈ കല്ലിട്ട വഴി കൂടെ മുഖം മറച്ചൊരു കള്ളനെ പോലെയാണ് കയറി വന്നത്. കാരണം എൻ്റെ ജീവിത പങ്കാളി പിണങ്ങിപ്പോയി. വലിയ പ്രയാസത്തിൽ ഞാൻ എൻ്റെ ജീവിതം തകർന്നൊരു കള്ളനെ പോലെ മുഖം മറച്ച് ഞാൻ ഇങ്ങോട്ട് കയറി വന്നു. ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഒരു ഇരുനിറമുള്ള ഒരു മനുഷ്യൻ നേരെ താഴോട്ടിറങ്ങി പോകുന്ന കണ്ടുകൊണ്ട് അയാൾ എന്നെ കാണണ്ട എന്ന് വിചാരിച്ച് ഞാൻ മുഖം തിരിച്ചാണ് കയറി വന്നത്. പക്ഷെ അയാൾ എൻ്റെ കയ്യെ കയറി പിടിച്ചു. എന്നിട്ട് ഇവിടെ കൗൺസിലിംഗ് ഇരിക്കുന്ന ഒരാളുടെ അടുത്ത് കൊണ്ട്, എനിക്ക് കൗൺസിലിംഗ് എന്നാന്ന് പോലും അറിയത്തില്ല, ഇന്ന് വരെ ഈ പ്രായം വരെ ഞാൻ പോയിട്ടില്ല. അയാൾ എന്നെ പിടിച്ചുകൊണ്ട് ഒരു കൗൺസിലിങ്ങിൻ്റെ അടുത്ത് കൊണ്ട് ഇരുത്തി. ഇവിടെ നിന്നാണ് എനിക്ക് ജീവിതം കിട്ടിയത്. ഇത് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനും അയാളുടെ ഭാര്യയും കരഞ്ഞു. ഇവിടെ നിന്നാണ് എനിക്ക് ജീവിതം കിട്ടിയത്, ഇവിടെ നിന്നാണ് ഞാൻ ജീവിതം തുടങ്ങിയത്. ഒരു കള്ളനെ പോലെ മുഖം മറച്ച് കയറി വന്നവനാണ് ഞാൻ. സങ്കടപ്പെട്ട് എൻ്റെ സ്കൂട്ടി ഞാൻ റോട്ടിലാണ് വച്ചത്.
എനിക്ക് ഈ സ്ഥലമൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ ഇങ്ങോട്ട് കയറി വന്നത് ഇങ്ങനെ ഒരു അനുഗ്രഹം എനിക്ക് ലഭിക്കുമെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ ഇന്നോ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ വന്നിട്ട് എന്നെ കൗൺസിലിംഗ് നടത്തിയ ആ ആളെ ഞാനിവിടെ ഒന്നും കണ്ടില്ല. എനിക്ക് മനസ്സിലായാലും ഇദ്ദേഹം പറഞ്ഞ ആരാണ്, അങ്ങനെ ഒരു അദ്ദേഹം പറയുന്നത് പോലെ ഒരു കൗൺസിലിംഗ് നടത്തിയ ആളെ എൻ്റെ ഓർമ്മയിൽ ഇവിടെ ഇല്ല. കൗൺസിലിംഗ് നടത്തിയ ആരും ഇവിടുന്ന് പോയിട്ടുമില്ല. ഞാൻ വിശ്വസിക്കുന്നു അത് ദൈവം അയാൾക്ക് ദൈവദൂതന്, എനിക്കത് മനസ്സിലാകുന്നില്ല. നമ്മുടെ ബുദ്ധിയിൽ ആ കണക്ക് പിടികിട്ടുന്നില്ല, നമ്മുടെ മനസ്സിൽ അത് പിടികിട്ടുന്നില്ല. അത് ദൈവത്തിൻ്റെ കണക്കാണ്. നിന്നെ രക്ഷിക്കാനുള്ള ഒരു കണക്ക് കൂട്ടൽ ദൈവത്തിൻ്റെ പദ്ധതിയിലുണ്ട്. നിന്നെ വിടുവിച്ചെടുക്കാൻ, നിനക്കൊരു നല്ല ജീവിതമുണ്ടാകാനുള്ള ഒരു കണക്ക് ദൈവത്തിൻ്റെ ബുദ്ധിയിലുണ്ട്, ദൈവത്തിൻ്റെ ആ പദ്ധതിയിലുണ്ട്. വിശ്വസിച്ചു 50-ന്റെയും 100-ന്റെയും കണക്കൊക്കെ എനിക്ക് പിടികിട്ടും. 100, 200 ഹരിച്ച് ഗുണിച്ചൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ 5 അപ്പം 5000 പേർക്ക് കൊടുത്തിട്ട് 12 കൊട്ട നിറയെ ശേഖരിച്ചു, അത് 12 കൊട്ട നിറയെ അവിടെ നിരത്തി. ആ കണക്ക് മാത്രം പിടികിട്ടുന്നില്ല. ആ പിടികിട്ടാത്ത കണക്കാണ് ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള കണക്ക്. മനുഷ്യനോട് പറഞ്ഞാൽ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും, ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കും, ഒരു പിടിയും കിട്ടുന്നില്ല. ആ കണക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല. ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. എല്ലാവരും വിശ്വസിച്ചൊന്ന് പറഞ്ഞേ, ദൈവത്തിൻ്റെ ആ പദ്ധതിയിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവികമായൊരു ഭവനത്തിനകത്താ ഞാൻ വന്നിരിക്കുന്നത്. ഒരു സൂപ്പർ മാർക്കറ്റിന്റെ അന്തരീക്ഷത്തിലല്ല ഞാൻ ഇരിക്കുന്നത്, ഒരു ഫിലിം കാണുന്ന തിയേറ്ററിന്റെ അന്തരീക്ഷത്തിലല്ല. ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന, സ്വർഗീയ അനുഭവങ്ങളെ പ്രദാനം ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിൽ, ഒരു ദൈവ ഭവനത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ 3 അത്ഭുതങ്ങൾ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയിൽ 3 അത്ഭുതങ്ങൾ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കൊരു നല്ല ജീവിതം ദൈവം ഇവിടെ വെച്ച് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പ്രശ്നങ്ങൾ ഇവിടെ വെച്ച് പരിഹരിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് അനുഗ്രഹം ലഭിച്ച ദിവസമെന്ന് ഈ ദിവസം അറിയപ്പെടും. എന്നെ ദൈവം അനുഗ്രഹിച്ചു എന്ന് ഈ ദിവസം എനിക്ക് അറിയപ്പെടും. ഹല്ലേലൂയ. 2 കരങ്ങളെയും ഉയർത്തി ആ ഒരു നിമിഷം എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ അനുഗ്രഹം, ദൈവത്തിന്റെ കടാക്ഷം, ദൈവത്തിന്റെ കടാക്ഷം നിന്റെ മേൽ അനുഗ്രഹമായി വരണമേ, അനുഗ്രഹമായി വരണമേ, അനുഗ്രഹമായി വരണമേ. ദൈവമേ, അങ്ങ് അനുഗ്രഹിച്ചത് എന്നേക്കും അനുഗ്രഹമായിരിക്കും. ദൈവം അനുഗ്രഹിച്ചത് എന്നേക്കും അനുഗ്രഹമായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിപ്പോൾ നമ്മുടെ ആലയത്തിലെ ചില പ്രത്യേകതകളാണ്. നിയോഗം ഇങ്ങനെ എഴുതി വയ്ക്കും, നമ്മുടെ ചില ആഗ്രഹങ്ങൾ എഴുതി വയ്ക്കും. ചിലരതിനെ കളിയാക്കും, ചിലതിനെ വിമർശിക്കും. അങ്ങനെ ആരെങ്കിലും നിങ്ങളെ വിമർശിച്ചെങ്കിൽ നിങ്ങൾ പറയണം, ദൈവത്തോട് പറയണം, വിമർശിച്ചവരുടെ മുമ്പിൽ എന്നെ ഒരു അനുഗ്രഹത്തിൻ്റെ അടയാളമാക്കി നിർത്തണേ. എന്നെ കളിയാക്കുന്നവരും വിമർശിക്കുന്നവരൊക്കെയുണ്ട്, പക്ഷെ അവരുടെ മുമ്പിൽ എനിക്കൊരു അടയാളമായി നിൽക്കണം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നമ്മൾ എഴുതി പ്രാർത്ഥിച്ച അതേ ഓർഡറിൽ തന്നെ നമ്മുടെ പ്രാർത്ഥന സാധിച്ചു കിട്ടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നോ? നമ്മൾ 1ാമത് എഴുതിയതുണ്ട്, 2ാമത് എഴുതിയതുണ്ട്, 3ാമത് എഴുതിയതുണ്ട്. ദൈവം 3ാമത്തേത് 1ാമതും 2ാമത്തേത് 3ാമതും 1ാമത്തേത് 3ാമതും നമ്മൾ എഴുതിയ ഓർഡറിൽ തന്നെ ദൈവം നമ്മളെ സഹായിക്കാൻ തുടങ്ങും. ആ ഓർഡറിന് ഒരു പ്രത്യേകതയുണ്ട്. ആ ഓർഡർ ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളോട് പറയാം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ സനൂപ് വായിക്കുമ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണമേ. ഏറ്റവും പുറകിലുള്ളവർ നമ്മൾ എഴുതിയ ഓർഡറിൽ തന്നെ വരുന്ന ഒരു അനുഗ്രഹം കണ്ടോണം. 12 പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ്, യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായ തോമസ്, യേശുക്രിസ്തു മരിച്ച് ഉയർത്തതിന് ശേഷം പ്രത്യക്ഷപ്പെടുമ്പോൾ ആ ഒരാൾ മാത്രം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങളുടെ വായിച്ചേ. 12 പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. ബാക്കി എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു, എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു, ഒരാൾ മാത്രം അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ കുറച്ചു കഴിഞ്ഞപ്പോൾ തോമാസ് ലീഗ തിരിച്ച് ആ സ്ഥലത്തേക്ക് വന്നപ്പോൾ അവർ പറഞ്ഞു, 25-ാമത്തെ വാക്യം, അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. ഞങ്ങൾ കർത്താവിനെ കണ്ടു. അപ്പോൾ ഞാൻ ഇവിടെ കണ്ടൊരു പ്രത്യേകതയാണ്, മുഖം വീർപ്പിച്ചിരിക്കുന്ന ഒരു തോമസ് ലീഹായെ കാണുന്നില്ല. നമ്മളാണെ പറയില്ലേ,
അതൊരു വല്ലാത്ത ചെയ്ത്തായിപ്പോയി. എന്നെ മാത്രം എന്തുകൊണ്ടോ ഒഴിവാക്കി. ഞാനും കൂടി ഉള്ളപ്പോൾ വരായിരുന്നു. ഒട്ടും ശരിയായില്ല. നമ്മളാണെങ്കിൽ പിണങ്ങിപ്പോവും. നമ്മളാണെങ്കിൽ മുഖമൊക്കെ കളറൊക്കെ മാറും. നമ്മൾ ഡൗൺ ആവും, ഡെസ്പാവും, നമുക്ക് മൂഡ് ഔട്ടാവും. എന്നെ മാത്രം ഒഴിവാക്കി, എന്നെ മാത്രം ഒറ്റപ്പെടുത്തി. ഇങ്ങനെയൊരു മുഖം വീർപ്പിച്ച് മൂലയ്ക്ക് ഇരുന്ന് കരയുന്നൊരു തോമാസ് ശ്ലീഹായെ കാണുന്നില്ല. അടുത്ത ഭാഗം എഴുതിയിരിക്കുവാണ്. അദ്ദേഹം എൻ്റെ ഭാഷയിൽ ഞാൻ പറയുക, ഒരു നിയോഗം വെക്കുവാണ്. അത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: എന്നാൽ തോമാസ് ശ്ലീഹ പറഞ്ഞു, അവന്റെ ഓർഡർ ശ്രദ്ധിച്ചു, ഓർഡർ. തോമാസ് ശ്ലീഹ പറഞ്ഞു, അവന്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും, എനിക്ക് കാണണം. ആ കൈകളിൽ ആണി തറച്ച പാടുകൾ എനിക്ക് കാണണം. 1. 2, അവയിൽ എൻ്റെ വിരൽ ഇടുകയും, അവയിൽ എനിക്കിങ്ങനെ കണ്ടാൽ പോരെ, എൻ്റെ വിരൽ കൊണ്ട് എനിക്ക് അവിടെ തൊടണം. 2, 3, അവന്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 3 കാര്യം പറഞ്ഞു. 3 കാര്യം പറഞ്ഞു. എനിക്ക് ഈ 3 കാര്യം സാധിച്ചു കിട്ടണമെന്ന് പറഞ്ഞു. 3 കാര്യം: എനിക്ക് ആ മുറിവിൽ തൊടണം, പാർശ്വത്തിൽ വയ്ക്കണം, പിന്നെയോ ആണികളുടെ പഴുതുകൾ കാണണം. 3 കാര്യം പറഞ്ഞു. 8ാമത്തെ വാക്യം നോക്കിയേ. അതേ ഓർഡറിൽ ആ വ്യക്തിയുടെ ആഗ്രഹത്തെ ദൈവം സാധിച്ചു കൊടുത്തു. അതേ ഓർഡർ തെറ്റിച്ചില്ല, ആ ഓർഡർ പോലും തെറ്റിയില്ല. 8ാമത്തെ വാക്യം, 26ാമത്തെ വാക്യം. 8 ദിവസങ്ങൾക്ക് ശേഷം, 8 ദിവസം കഴിഞ്ഞപ്പോ 8 ദിവസം മുമ്പ് പ്രാർത്ഥിച്ചതിന്റെ മറുപടി അവിടെ വെളിപ്പെട്ടു. എന്താ വെളിപ്പെട്ടെ നോക്ക്. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവന്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോട് കൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. 27ാമത്തെ വാക്യം ശ്രദ്ധിച്ചോ. 27. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക. ഇതെങ്ങനെയാ യേശു കേട്ടത്? യേശു അവിടെ ഇല്ലായിരുന്നല്ലോ. നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളെ, ഓർഡറിട്ട് എഴുതിയ ആഗ്രഹങ്ങളെ നമ്മൾ കാണുന്നില്ലേലും കേൾക്കുന്നില്ലേലും നമ്മളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ള തെളിവാണ് ഈ 27ാമത്തെ വാക്യം. തോമാസ് ശ്ലീഹായോട് പറഞ്ഞു, വേറെ ആരോടും പറഞ്ഞില്ല. പറഞ്ഞു, എന്നാ പറഞ്ഞു? നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക. നിന്റെ വിരൽ ആദ്യം എനിക്ക് നിന്റെ വിരൽ ഇവിടെ കൊണ്ടുപോവാ. എന്നിട്ടോ എൻ്റെ കൈകൾ കാണുക. കണ്ടോ, എൻ്റെ കൈ കാണുക. അതേ ഓർഡറിൽ. എന്നാ പറഞ്ഞില്ലല്ലോ, ആദ്യം പാർശ്വത്തിൽ കൈവയ്ക്കുക, 2ാമതല്ല. തോമാസ് ശ്ലീഹ പറഞ്ഞു വെച്ച അതേ ഓർഡറിൽ അതിന്റെ മറുപടി വരുക. നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈ നീ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ നീ വയ്ക്കുക. അതേ ഓർഡറിൽ ആ മനുഷ്യന്റെ ആഗ്രഹത്തെ ദൈവം സാധിപ്പിച്ചു കൊടുത്തു. വേറെ ആർക്കും ആ ഭാഗ്യം ഉണ്ടായില്ല. നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളും ഒരു ഓർഡർ ഇട്ടാണ് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം നടക്കണം. ചിലപ്പോൾ 1ാമത് എഴുതിയിട്ടിരിക്കുന്നത് എൻ്റെ ജീവിത പങ്കാളി ഒന്ന് മാനസാന്തരപ്പെട്ടിരുന്നെങ്കിൽ അതായിരിക്കും 1ാമത് എഴുതി വച്ചിരിക്കുന്നത്. 2ാമത് എഴുതി വച്ചിരിക്കുന്ന വേറൊരു കാര്യം. അതേ ഓർഡറിൽ ദൈവം ഇടപെടുന്ന ഒരു സമയം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഒരു നിമിഷം നിങ്ങൾ ഒന്ന് ഓർഡറിലൊന്ന് പ്രാർത്ഥിച്ചേ. എന്ന് പറഞ്ഞാൽ അക്കമിട്ടൊന്ന് പ്രാർത്ഥിച്ചേ. ചുമ്മാതെ കാളമ്പോളം എന്തൊക്കെയോ പ്രാർത്ഥിക്കുമോ അല്ല, അക്കമിട്ട് 1, 2, 3. എനിക്കിങ്ങനെ ചില കാര്യങ്ങളുണ്ട്. തോമാസ് ശ്ലീഹ പറഞ്ഞു, എനിക്കിങ്ങനെ 3 കാര്യങ്ങൾ കാണണം, എനിക്ക് അങ്ങനെ ചെയ്യണം. ആ ആഗ്രഹത്തെ 27ാമത്തെ വാക്യത്തിൽ ദൈവം അതേ ഓർഡറിൽ സാധിച്ചു കൊടുത്തെങ്കിൽ ഇന്നും ജീവിക്കുന്ന അതേ ദൈവം ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ അതുപോലെ തന്നെ പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുക. അതുപോലെ തന്നെ ദൈവം ഇന്നും എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും. അതുപോലെ തന്നെ ദൈവം എൻ്റെ കുടുംബത്തോട് പ്രവർത്തിക്കും. അതുപോലെ ദൈവം എൻ്റെ പ്രാർത്ഥനാ വിഷയത്തോട് പ്രവർത്തിക്കും. അതുപോലെ തന്നെ ദൈവം എൻ്റെ നിയോഗത്തിൽ ഇടപെടും. ഹല്ലേലൂയ. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ നിയോഗങ്ങളെ അക്കമിട്ട് മനസ്സിലൊന്നോർത്തേ. എനിക്ക് ആ ജോലി കിട്ടിയിരുന്നെങ്കിൽ, എൻ്റെ ആ ഇൻ്റർവ്യൂ പാസ്സായിരുന്നെങ്കിൽ, എനിക്ക് നല്ല മാർക്കോടെ ജയിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, എൻ്റെ വീടൊന്ന് അനുഗ്രഹിക്കപ്പെട്ടിരുന്നെങ്കിൽ, എൻ്റെ കുടുംബജീവിതം ഇന്നലത്തേതിനേക്കാൾ ഒരു പടി കൂടെ ഒന്ന് അനുഗ്രഹിക്കപ്പെട്ടു വന്നിരുന്നെങ്കിൽ, ഇന്നലത്തേതിനേക്കാൾ ഇന്ന് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഇന്നലത്തേതിനേക്കാൾ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങൾ അനുഭവിക്കും. കഴിഞ്ഞ വെള്ളിയാഴ്ച കേട്ടതിനെ വചനത്തിലൂടെ കിട്ടിയ അനുഗ്രഹത്തെക്കാൾ ഒരു പടി കൂടെ ഇവിടെ വച്ച് നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. തോമാസ് ശ്ലീഹ ഒരു ഓർഡർ വെച്ചു.
ഇത് 1, 2, 3 അതേ ഓർഡറിൽ സ്വർഗത്തിലെ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവം അതേ ഓർഡറിൽ 27-ാമത്തെ വാക്യത്തിൽ സാധിച്ചു കൊടുത്തു. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം നിങ്ങൾ ഒന്ന് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ ഓർഡർ അനുസരിച്ച് ഒന്ന് പ്രാർത്ഥിച്ച്, ഈ ഓർഡർ അനുസരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് വഴിക്ക് പോകല്. പ്രാർത്ഥന ഒരു സൈഡിൽ പ്രാർത്ഥിക്കുമ്പോൾ മറു സൈഡിൽ ചിന്തിക്കരുത്, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ഇതൊന്നും ശരിയാകാൻ പോകുന്നില്ല, ഇതൊക്കെ വെറും എന്തൊക്കെയോ തട്ടിപ്പാണ്, ഇതൊക്കെ വെറുതെ ഒരു ആശ്വാസം മാത്രമാ. ഒരു സൈഡിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറു സൈഡിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഒരനുഗ്രഹവും വെളിപ്പെടുകയില്ല. എന്നാൽ പ്രാർത്ഥിക്കുന്നതോടൊപ്പം വിശ്വാസത്തോടെയാണ് മനസ്സ് കടന്നു പോകുന്നതെങ്കിൽ നീ ഇന്ന് ഇവിടെ വച്ച് അനുഗ്രഹിക്കപ്പെടുമെന്ന് ഉറപ്പിച്ചുകൊള്ളുക. ഈ പ്രശ്നങ്ങൾ മാറുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ മാറാനാന്ന് അപ്പുറത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ല അത്ഭുതങ്ങളെ വെളിപ്പെടുന്നത്. അനുഗ്രഹം ഞാൻ അനുഭവിക്കുമെന്ന് വിശ്വസിക്കുമ്പോൾ അതേപോലെ തന്നെ എൻ്റെ മനസ്സും വിശ്വസിക്കുക. അങ്ങനെയെങ്കിൽ എല്ലാ അധരങ്ങളെയും ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കേ, മനസ്സുകൊണ്ട് ഒരുക്കിക്കേ. തോമാസ് ലീഹായുടെ ആഗ്രഹത്തെ അക്കമിട്ട് നിരത്തി എങ്ങനെ പ്രാർത്ഥിച്ചോ അതുപോലെ തന്നെ സാധിപ്പിച്ചു കൊടുത്ത ദൈവം ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ആഗ്രഹത്തെ സാധിപ്പിച്ചു തരും. ഞാൻ എഴുതിയിട്ട ഓർഡറിൽ തന്നെ, ഞാൻ മനസ്സിൽ കണ്ട ഓർഡറിൽ തന്നെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടും. ഞാൻ എഴുതിയിട്ട ഓർഡറിൽ തന്നെ ദൈവം എനിക്കൊരു നല്ല വീട് വേണമെന്നുള്ളത്, എനിക്കൊരു നല്ല ഒരു കുടുംബ ജീവിതം വേണം, എനിക്കൊരു നല്ല ശുശ്രൂഷ വേണം. ഞാൻ എഴുതിയിട്ട ഓർഡറിൽ തന്നെ എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ആ കരങ്ങളെ ഒന്ന് ഉയർത്തുക. ഈ ഉയർത്തിയ കരങ്ങൾ, കണ്ണുകളെ അടച്ച് നിങ്ങൾ എഴുതിയിട്ട ഓർഡർ ദൈവം അത് കാണുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ കൈ നീട്ടി തുടങ്ങിയിരിക്കുന്നു. ദൈവം നിങ്ങളെ വിടുവിക്കാൻ ദൈവത്തിന്റെ കരം സ്വർഗത്തിൽ നിന്ന് അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ദൈവം നിങ്ങളുടെ കുടുംബത്തിനകത്ത് ചില വിടുതലുകൾ ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളിൽ നിന്ന് ചില ചങ്ങലകളെ വലിച്ചു പൊട്ടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ശണനൂൽ പോലെ ചില ബന്ധനങ്ങളെ അഴിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകണമേ, ദൈവത്തിന്റെ സഹായം ലഭിക്കട്ടെ, ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ, ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ, ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ജീസസ് ഹല്ലേലൂയ. വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവാ. പറഞ്ഞേ, വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവാ. നീ എൻ്റെ രക്ഷകൻ, നീ എൻ്റെ പാലകൻ, നീ എൻ്റെ അഭയസ്ഥാനം. ചെറുപടമോ, നീ എൻ്റെ രക്ഷകൻ, നീ എൻ്റെ പാലകൻ, നീ എൻ്റെ അഭയസ്ഥാനം. ആ ഓർഡർ വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവാ. ഒന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചോ, തോമാസ് ലീഹ പറഞ്ഞ ഓർഡറിൽ തന്നെയാണ് ദൈവം ഇടപെട്ടതും. നമ്മളും പ്രാർത്ഥിക്കുന്ന ഓർഡറിൽ തന്നെ ദൈവം ആ പ്രാർത്ഥനയ്ക്കൊരു ശരി ടിക്കിടും, ഒരു ശരിച്ചിനെ നമുക്ക് കിട്ടും. ദൈവം അനുഗ്രഹിക്കും. അതുകൊണ്ടൊക്കെയല്ലേ നമ്മളിവിടെ നിൽക്കുന്നത്. ഒരനുഗ്രഹവും ലഭിക്കാത്ത സ്ഥലമായിരുന്നെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരുമായിരുന്നോ? ദൈവാനുഗ്രഹമുണ്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ ദൈവം തോന്നിപ്പിച്ച ഉത്തരമാണ് നിങ്ങളിവിടെ ഇരിക്കാൻ കാരണം. ദൈവവചനം കേൾക്കുമ്പോൾ ഒരാളിൽ വരുന്നതാണ് ദൈവത്തിൻ്റെ കൃപ. ദൈവത്തിൻ്റെ കൃപ. നമ്മൾ ചിന്തിക്കില്ലേ, ഇതിപ്പോൾ കിട്ടിയിട്ട് എനിക്കെന്ത് കാര്യമാണ്? ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ കൃപയോ, അതെന്ത്, എനിക്കെന്ത് കിട്ടിയിട്ട് എന്ത് കാര്യം? മറിയത്തോട് സ്വർഗം പറഞ്ഞത് എന്നാന്നറിയോ? ദൈവകൃപ നിറഞ്ഞവളെ എന്നാ പറഞ്ഞേ. ഈ ദൈവകൃപ നിറഞ്ഞവളെയാ ഭർത്താവാകാൻ പോകുന്ന ജോസഫ് രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത്. ഭർത്താവ് രഹസ്യത്തിൽ ഇങ്ങനെ ചിന്തിക്കുക, ഭർത്താവായ ജോസഫ് ചിന്തിച്ചുകൊണ്ടിരിക്കുക, അവളെ എങ്ങനെയാ രഹസ്യത്തിൽ ഉപേക്ഷിക്കുക? ഭാര്യയെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ സ്വർഗം അന്ന് ഇടപെട്ടു.
എന്നിട്ട് പറഞ്ഞു, നീ അവളെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കരുത്. ദൈവകൃപയുള്ളവനെ ഉപദ്രവിക്കാൻ പറ്റത്തില്ല. ആമേൻ. ദൈവകൃപയുള്ളവന് വേണ്ടി ദൈവം ഉടനെ ഇടപെടാൻ തുടങ്ങും. ഹല്ലേലൂയ. ദൈവവചനം കേൾക്കുന്ന ഒരാൾക്ക് ദൈവകൃപയാണ് കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ആമേൻ. ദൈവകൃപയുള്ള മറിയത്തെ ഭർത്താവായി ജോസഫ് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചപ്പോൾ അന്ന് രാത്രി സ്വപ്നത്തിൽ ദൈവം പറഞ്ഞു, നീ ചെയ്യുന്നത് ശരിയല്ല, അവളെ നീ ഉപേക്ഷിക്കാൻ പാടില്ല. സ്വർഗം ദൈവകൃപയുള്ളവർക്ക് വേണ്ടി സ്വർഗം ഇടപെടും കൃത്യസമയത്ത്. ദൈവകൃപയുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി ആരിടപെട്ടില്ലേലും ദൈവം ഇടപെടാൻ തുടങ്ങും. ദൈവവചനം ഒരാൾ വിശ്വാസത്തോടെ കേൾക്കുമ്പോൾ ആദ്യം നടക്കുന്ന അത്ഭുതം എന്നാണെന്നറിയാമോ? അയാളിൽ ദൈവം ഇടപെടാൻ തുടങ്ങും. ആദ്യം നടക്കുന്ന പ്രവൃത്തി, അയാളിൽ ദൈവം ഇടപെടാൻ തുടങ്ങും. അയാളെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങും. അയാളുടെ പ്രശ്നങ്ങളിൽ നിന്ന് വിടുവിച്ച് രക്ഷിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം ദൈവവചനത്തിലൂടെ ഈ ആദ്യ വെള്ളിയാഴ്ച ദിവസം പറയാനും നിങ്ങളെ ബോധ്യപ്പെടുത്താനും ആഗ്രഹിക്കുന്നുണ്ട്. അതെന്തുവാണെന്ന് ചോദിച്ചാൽ, അനുഗ്രഹമുള്ള ഒരപ്പനും അനുഗ്രഹമുള്ള ഒരമ്മയ്ക്കും ദൈവസന്നിധിയിൽ ഭയങ്കര വിലയുണ്ട്. അനുഗ്രഹമുള്ള ഒരപ്പൻ, അനുഗ്രഹമുള്ള അമ്മ, ഇതൊക്കെ ഭയങ്കര ഗിഫ്റ്റാണ്, അനുഗ്രഹമാണ്. ഞാനത് നിങ്ങളെ ബോധ്യപ്പെടുത്താം. അനുഗ്രഹമുള്ള ഒരപ്പനെ ആദ്യം പരിചയപ്പെടുത്താം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1 മുതലുള്ള വാക്യമാണ്. 2-ാമത്തെ വാക്യം, ഒരു അപ്പനെ ദൈവം അനുഗ്രഹിച്ചു. അതിനു മുമ്പ് എല്ലാവരും ശ്രദ്ധിച്ച്, ഈ വായിക്കുന്നതിന് മുമ്പ്, ദൈവം അനുഗ്രഹിച്ചു തരുന്നത് എന്നേക്കും ഒരു അനുഗ്രഹമായിരിക്കും. ആ വാക്ക് മറക്കരുത്. പോകുമ്പോഴും വീട്ടിൽ ചെല്ലുമ്പോഴും മറക്കരുത്. ഇതൊരു വചനമാണ് പറഞ്ഞത്. ദൈവം അനുഗ്രഹിച്ചത് എന്നേക്കും ഒരു അനുഗ്രഹമായിരിക്കും. അതൊരു അനുഗ്രഹമായി തന്നെ നിലകൊള്ളും. അതിൽ നിന്ന് എനിക്ക് സമാധാനവും സന്തോഷം കിട്ടത്തുള്ളൂ. ദൈവം അനുഗ്രഹിച്ച് തന്നതൊരിക്കലും നിനക്ക് കണ്ണുനീരിന് കാരണമാകത്തില്ല. വിശ്വസിക്കുന്നോ ഇത്? ദൈവം അനുഗ്രഹിച്ച് തരുന്നത് ചിലപ്പോൾ ലഭിക്കുന്നത് അല്പം വൈകിയായിരിക്കും, ചില കാലതാമസത്തിനപ്പുറമായിരിക്കും അനുഗ്രഹിച്ച് കിട്ടുന്നതൊക്കെ ചിലപ്പോൾ വരുന്നത്. അനുഗ്രഹിച്ച് കിട്ടുന്നതൊക്കെയും എന്നേക്കും ഒരു അനുഗ്രഹമായി നിലനിൽക്കും. ഒരു ദിവസം വൈകിയാലും അനുഗ്രഹിച്ചുള്ള ഒരനുഗ്രഹം ദൈവം തരുന്നത് അനുഭവിക്കാൻ കഴിയട്ടെ. ചിലപ്പോൾ നമ്മൾ ഓർക്കില്ല, അവർക്ക് ശരിയായി, അപ്പുറത്തുള്ളവർക്ക് ശരിയായി, എൻ്റെ മാത്രം അനുഗ്രഹമായില്ല. ഒരു ദിവസം വൈകിയാലും ദൈവം അനുഗ്രഹിച്ച് നിനക്ക് തരും. അത് വീടായാലും, മക്കളായാലും, ജോലിയായാലും, ശുശ്രൂഷയായാലും ദൈവം അനുഗ്രഹിച്ചു തരുന്നത് എന്നേക്കും ഒരു അനുഗ്രഹമായിരിക്കും. അതൊരനുഗ്രഹമായി തന്നെ നിനക്കത് നിലകൊള്ളും. വിശ്വസിക്കുന്ന കർത്താവ്. ദൈവം ചിലർ പറയില്ല, എൻ്റെ വിവാഹം നടന്നിട്ടില്ല. ചിലപ്പോൾ അതേ പ്രായമുള്ള പലരുടെയും വിവാഹം നടന്നു, പക്ഷെ എൻ്റെ വിവാഹം മാത്രം നടന്നില്ല എന്ന് പറയുന്ന ചിലരോട് പറഞ്ഞിട്ടുണ്ട്, അല്പം വൈകിയാലും നിനക്ക് അനുഗ്രഹമുള്ളൊരു വിവാഹം നടക്കും. ആ വിവാഹം എന്നേക്കും നിനക്കൊരനുഗ്രഹമായിരിക്കും. അതിനെ ഓർത്ത് നിനക്കൊരിക്കലും നിലവിളിക്കേണ്ടി വരത്തില്ല, ഉച്ചത്തിൽ കരയേണ്ടി വരത്തില്ല. അല്പം വൈകിയാലും ദൈവം അനുഗ്രഹിച്ചു തരുന്നത് പറഞ്ഞ് എന്നേക്കും, അത് എന്നേക്കും ഒരു അനുഗ്രഹമായിരിക്കും. അത് ബിസിനസ് ആയാലും എന്ത് കാര്യവും ദൈവം അനുഗ്രഹിച്ച് നൽകിയ ഒരു ശുശ്രൂഷയാണ് ഇതെങ്കിൽ അതെന്നേക്കും അനുഗ്രഹമായി. വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് വിശ്വസിക്കും. ദൈവം അനുഗ്രഹിച്ചു തരുന്നത് എന്നേക്കും. അത് ഭാര്യയായാലും ഭർത്താവായാലും, ഈ ഭർത്താവിനെ ദൈവം എനിക്ക് അനുഗ്രഹിച്ചു നൽകിയത്, ഈ ഭാര്യനെ ദൈവം എനിക്ക് അനുഗ്രഹിച്ച് നൽകിയത്, ഈ മക്കളെ ദൈവം അനുഗ്രഹിച്ചാ നൽകിയത്, ഈ ശുശ്രൂഷ എനിക്ക് ദൈവം അനുഗ്രഹിച്ച്, ഈ ബന്ധം എനിക്ക് ദൈവം അനുഗ്രഹിച്ച് നൽകിയത്, ദൈവം അനുഗ്രഹിച്ചത് എന്നേക്കും അതൊരു അനുഗ്രഹമായിരിക്കും. ഹല്ലേലൂയ.